ഹായ് ഫ്രണ്ട്സ്, ലിറ്റിൽ വിങ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു ട്രാവലിംഗ് വ്ളോഗാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ പോകുന്നത് ഹിമാചൽ കുള്ളു മണാലിയിലാണ് പോകുന്നത് കേട്ടോ. കുള്ളു മണാലിയിൽ നല്ല ക്ലൈമറ്റാണ് ഇപ്പോൾ കേട്ടോ. ഈ സമയത്ത്, ഈ ക്രിസ്മസിൻ്റെ സമയത്ത് പോയാലേ നമുക്ക് സ്നോഫോളൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് അവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാമേ. അഡൽ ടണലിലൊക്കെ കയറിയിട്ടാണ് നമ്മൾ പോകുന്നത്. അതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളുടെ ഹസ്ബൻഡിൻ്റെ സാബും വൈഫുമാണ് കേട്ടോ, ഫാമിലിയുമാണ് കേട്ടോ. അപ്പോൾ അവർ ഹിമാചലാണ്. ഞങ്ങൾ അവരുടെ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ടായിരുന്നു അന്ന് പോയത്. ദേവു ആകെ വശം കെട്ടിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നല്ല ചുറ്റിയുള്ള കുത്തനെയുള്ള കയറ്റങ്ങളും ഒക്കെ ആയപ്പോൾ ദേവുവിനാകെ ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഒരു ടണലാണ് കേട്ടോ. ഇവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതുവഴി വണ്ടിയൊന്നും പോകുന്നില്ല. രണ്ട് ഭാഗത്തായിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ അതിപ്പോൾ ബന്ധാക്കി വെച്ചേക്കുകയാണ്. ഭയങ്കരമായ കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെയാണ് കേട്ടോ. നമ്മൾ വയനാട് ചുരത്തിൽ പോലും ഇത്ര വലിയ കയറ്റങ്ങളൊന്നുമില്ല. ഹിമാചൽ എന്ന് പറഞ്ഞാൽ അതേമാതിരിയുള്ള നല്ല എന്താ പറയുക, ഭയങ്കര പൊക്കത്തിലുള്ള മലകളൊക്കെയാണ് അവിടെ കാണപ്പെട്ടത്. വലിയ വലിയ മലകളൊക്കെ മുറിച്ച് മാറ്റിയിട്ടാണ് ഈ റോഡൊക്കെ അവർ ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. ഒരു മലയെ രണ്ടായിട്ട് മുറിച്ച് മാറ്റിയിട്ടൊക്കെയാണ് ഇതൊക്കെ ചെയ്തെടുത്തേക്കുന്നത്. അല്ലാതെ തന്നെ നമുക്ക് പേടിയാവും. ഒരു വണ്ടി അടുത്തൂടെ വന്നു കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് പേടിക്കും കേട്ടോ. അത്രയ്ക്ക് ഭീകരമായൊരു റോഡൊക്കെയാണ് അവിടെ ഉള്ളത്. ഇവിടെ കാട്ടിൽ ഇങ്ങനെ മേളിൽ നമുക്ക് താഴെ നിന്നിട്ട് കാണാം. കാട്ടിൽ തീ ഇട്ടെടുക്കുകയാണ് കേട്ടോ. തീ നന്നായിട്ട് ഇങ്ങനെ പടരുന്നുണ്ട്. പടർന്ന് കാട് കുറച്ച് കത്തിച്ച് മാറ്റുവാണ് അവർ. അങ്ങനെ ഞങ്ങൾ അന്നത്തെ ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് വീണ്ടും യാത്ര തുടർന്നത്. ഐസ് മല കണ്ടോടി ദേവു, ഏറ്റവും മേളില് അവിടെ നോക്ക്, ഇടത് സൈഡില്. ഇവിടെ വെച്ച് നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഐസ് മല കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഒരുപാട് ദൂരമുണ്ട് ഇവിടുന്ന് തന്നെ. ഇത് വലിയൊരു ഡാമാണ് കേട്ടോ. അവിടെ കുറച്ച് വെള്ളമൊക്കെ ഒഴുകുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടുത്തെ വെള്ളത്തിൻ്റെ പ്രത്യേകത നീല കളർ, നല്ല നീല കളറിലെ വെള്ളമാണ് കേട്ടോ ആ ഗീലിലുള്ളത്. ഇവിടെ നിറയെ ഈ പൈൻ മരങ്ങളല്ലേ, അതൊക്കെ അതിൻ്റെ മരങ്ങളാണ് കൂടുതലും. അതിൻ്റെ മുകളിലായിട്ട് ഐസ് വന്ന് വീണിട്ട് മൂടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇത് ദൂരത്തു നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. വളരെ ദൂരത്തു നിന്ന് നമുക്ക് ഇത്രയും ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാനേ പറ്റും. ഇവിടെ എത്തണമെങ്കിൽ ഒരുപാട് നമ്മൾ ഇനി ചുറ്റി പോകേണ്ടതുണ്ട്. ഞാൻ വീഡിയോ അത്രയും ലോങ് ആയി പോകുന്നതുകൊണ്ട് ഷോർട്ടാക്കി എടുത്തേക്കുവാണ് കേട്ടോ. ഇതേ കണ്ടില്ലേ ആട്ടുംകൂട്ടങ്ങളൊക്കെ വരുന്നത്. ഇതിനെയും കൊണ്ട് ഈ രാവിലെയൊക്കെ തന്നെ അവർ ഇങ്ങനെ നടക്കുകയാണ്. കുറേ ഉണ്ട് കേട്ടോ. ഞാൻ വീഡിയോയിൽ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടില്ല. എല്ലാവരും ഇങ്ങനെ കാണാൻ പറ്റും. അവർക്ക് തണുപ്പൊന്നും ഒന്നുമില്ല, അവർക്ക് ഇത് ശീലമല്ലേ, അതുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അടൽ ടണലിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ പുതുതായിട്ട് എടുത്തേക്കുന്ന ടണൽ. ഇതൊരു 10 കിലോമീറ്റർ ചുറ്റളവിലുണ്ട് കേട്ടോ. അപ്പുറ സൈഡിൽ ഫുള്ള് മഞ്ഞ് വീണ് മൂടിക്കിടക്കുകയാണ്. ഇതിന് മുകളിൽ നമ്മൾ ഈ ടണലിൻ്റെ അടിയിൽ കൂടാണ് പോകുന്നത് കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു ഫീലാണ് കേട്ടോ ഇതിലിരിക്കാൻ. നല്ല എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഫീലാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നല്ല രസമാണ്. ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട്. ഇവിടെ ചെറിയ ചാറ്റൽ മഴയും മഞ്ഞും ഒക്കെ വീഴുന്നുണ്ട്.
ഇനി അങ്ങോട്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ് കേട്ടോ. അതിന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചേക്കണം. ഇത് കണ്ടോ, അവിടുത്തെ പത്രമാണ് കേട്ടോ, പത്രത്തെ കല്ല്. അത് വെച്ചിട്ട് സൈഡൊക്കെ കെട്ടി തിരിച്ചിരിക്കുന്നുണ്ടോ. നല്ല നല്ല വെള്ള കളറിൽ നല്ല കളറിലേക്ക് കല്ലുകൾ അവിടെ നമുക്ക് കിട്ടും. ഇത് നമ്മൾ അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നല്ല മഞ്ഞുമഴയുണ്ട് കേട്ടോ. അതാ നോക്കി, എന്താ രസം. മഞ്ഞുമലയിലൊക്കെ കളിച്ചു തുടങ്ങാം. രീതിയിൽ ആ ബോളൊക്കെ ഉരുട്ടുന്നുണ്ട്. ലഡു ഉണ്ടാക്കുകയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഐസൊക്കെ എടുത്തിട്ട് ലഡുവൊക്കെ തയ്യാറാക്കി വെക്കുകയാണ്. കണ്ടില്ലേ, ഐസ് വീണിട്ട് അവിടുത്തെ മരങ്ങൾക്കൊന്നും ഒരു ശകല ഇല പോലും ഇല്ലാതെ പോയിക്കാണ് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ആ താഴെ നിൽക്കുന്നൊക്കെയില്ലേ ചെടികൾ, അതെല്ലാം കൊളുന്തെന്ന് പറയും. നല്ല മണമാണ് കേട്ടോ. അത് നമ്മളുടെ തുണിയിലൊക്കെ വെച്ചാൽ നല്ല സ്പ്രേയുടെ മണമാണ്. ഭയങ്കര മണം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നല്ലൊരു മണമാണ് ആ ചെടികൾ, ആ പുല്ലിന്. ഇത് അടൽ ടണലിൻ്റെ ഇപ്പുറ സൈഡാണ് കേട്ടോ. നമ്മൾ അപ്പുറ സൈഡ് കണ്ടല്ലോ, എൻട്രി സൈഡ്. ഇത് നമ്മൾ എക്സിറ്റ് ചെയ്ത സൈഡാണ്. സൈഡിൽ മഞ്ഞ് വീണിട്ട് മൊത്തം ഫുള്ള് മൂടി കിടക്കുവാണ് മുകളിൽ. അപ്പോൾ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള പ്രത്യേക പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതൊക്കെ നമ്മൾ പ്രത്യേകം ഫീസൊക്കെ അടച്ചിട്ട് വേണം. പിന്നെ പാരഷൂട്ടുണ്ട്, അതിൽ നമുക്ക് വേണമെങ്കിൽ കയറാം. നമ്മൾ എല്ലാ വീഡിയോയും കൂടി വീഡിയോ ലോങ് ആവും. അതൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും താങ്ക്സ്. പിന്നെ നമ്മളുടെ വീഡിയോ തുടർന്നും കാണണേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാമേ. ബായ്.